എടാ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ? സോറി കേട്ടോ, ഈവനിങ് ക്ലാസ് പറഞ്ഞിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് എഫ് എം ക്ലാസ് കുറച്ച് ലേറ്റ് ആയി പോയി. ആഹ്, എനിക്ക് തോന്നുന്നു ഈവനിങ് 5:30. ഞാൻ വിചാരിച്ചു എഫ് എം കഴിഞ്ഞ് 5:30 എഫ് എം എടുത്ത് ഒരു 7 o'clock വരെ എടുത്ത് പിന്നെ ലീവ് ചെയ്യാന്ന് വിചാരിച്ചാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് നടക്കുന്നുള്ളത്. ലൈക്ക് നൈറ്റ് വെച്ചാലോ? അതായിരിക്കും നല്ലത്. Like, ഞാൻ നോർമലി ഒരു ക്ലാസ് ഒരു സെമസ്റ്റർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡേറ്റ്സ് ഒക്കെ പക്ക കറക്റ്റ്, അതായത് ഏതൊക്കെ ദിവസം ഏതൊക്കെ ക്ലാസ്സുകൾ എടുക്കും ആ കാര്യങ്ങളൊക്കെ പക്ക കറക്റ്റ് എന്ത് ചെയ്യും, മുൻകൂട്ടി പ്ലാൻ ചെയ്യും. അങ്ങനെയാണ് നോർമലി ക്ലാസ് അറേഞ്ച് ചെയ്യാറ്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്യാത്തൊരു സാധനമാണ്. ലൈക്ക് എനിക്ക് കുറച്ച് എൻക്വയറീസ് വന്നു, സ്റ്റുഡൻസ് എഫ് എം എന്തെങ്കിലും ചെയ്തു തരുമോ എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്നാ പിന്നെ റിവിഷൻ ക്ലാസ് ചെയ്യാന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ നോർമലി ഈ പറയുന്നത് പോലെ ഞാൻ ഫുൾ സ്കെഡ്യൂൾ, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇന്ന് എൻഡ് ചെയ്യും, ഏതൊക്കെ ദിവസമാണ് ക്ലാസ്, ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി സെറ്റ് ചെയ്തിട്ട് ഒരു ഡേറ്റിൽ ഫിനിഷ് ചെയ്യലാണ്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഒരു പെട്ടെന്ന് കയറി വന്നത് കൊണ്ട് ഇത് എവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അതാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഈവനിങ് ഈ ഒരു ടൈം ആയിരിക്കും ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ, ലൈക്ക് എത്തിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം നമുക്ക്. എന്തായി നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ എന്തായി? റിസൾട്ടുകൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആണെങ്കിൽ അല്ലെങ്കിലൊക്കെ അൾട്ടിമേറ്റ്ലി എന്താണ് സംഭവം ഒക്കെ ആവും കേട്ടോ. അതായത് പാസ്സായിക്കോളും. റിസൾട്ട്സ് നമ്മൾ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ റിസൾട്ട് ആവണമെന്നില്ല. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ബെറ്റർ റിസൾട്ട്സ് വരും. സോ അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ കണ്ടാൽ മതി. പക്ഷേ എന്ത് വന്നാലും നമ്മൾ നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ പൊതുവെ കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇന്ന് ഇന്ന് റിസൾട്ട് വന്ന ദിവസമാണല്ലോ, ഇന്ന് നൈറ്റ് ഈ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കുക. ഫുൾ എന്താ പറയാ, ഇരുടുള്ള ഒരു റൂമിൽ നിങ്ങൾ ഇരിക്കുക. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചിന്തിക്കുക, ഈ കഴിഞ്ഞ സെഷനിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്തത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ കോൺസെപ്റ്റുകൾ എങ്ങനെ പഠിച്ചു, നിങ്ങൾ BPP കപ്ലാൻ ഒക്കെ എത്ര പ്രാവശ്യം ചെയ്തു, ആ ഒരു പ്രിപ്പറേഷൻസ് നിങ്ങൾ എഴുതുക. നിങ്ങൾ എന്തൊക്കെ എഫേർട്ടാണ് എടുത്തത് എന്നുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിന് ലെഫ്റ്റ് സൈഡിൽ എഴുതുക. പേപ്പറിന് രണ്ട് സൈഡ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡിൽ എഴുതുക. അത് എഴുതി അവസാനം താഴെ നിങ്ങൾ നിങ്ങളുടെ മാർക്സും എഴുതുക. സേ ഫോർ എക്സാമ്പിൾ മാർക്സ് 90 എന്നാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ പ്രിപ്പറേഷൻ പക്കാ പെർഫെക്റ്റ് ആണ്. സോ സെയിം സാധനം നിങ്ങൾ നെക്സ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി നേരെ മറിച്ച് നിങ്ങൾ അതെങ്ങനെ എഴുതി വന്ന് അവസാനം നിങ്ങളുടെ മാർക്സ് എഴുതുന്ന സമയത്ത് മാർക്സ് ഒരു 60 ബിലോ ആണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ പ്രിപ്പറേഷൻ പോരാ. അപ്പൊ നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ചെയ്യണം, അല്ലെ? അപ്പം ഇപ്പോൾ നടത്തിയ പ്രിപ്പറേഷൻ പോരാ, അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു തീരുമാനത്തിലെത്തുക. അത് നിങ്ങൾ ആ പേപ്പറിന്റെ റൈറ്റ് സൈഡിൽ എഴുതുക. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായും അത് നിങ്ങളെ കൊണ്ട് പറ്റും. അങ്ങനെ നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ എക്സാമിനേഷന് നിങ്ങളൊരു പോസ്റ്റ്മോർട്ടം നടത്തി അതിലുള്ള അപാധകൾ നിങ്ങൾ കണ്ടുപിടിച്ച്, അതിലുള്ള മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടുപിടിച്ച്, ആ മിസ്റ്റേക്സിനുള്ള ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത പേപ്പർ അല്ല, ACC അല്ല, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അപ്പൊ അത് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. സോ ഇപ്രാവശ്യം പാസ്സായ ആൾക്കാർക്ക് എ ബിഗ് കൺഗ്രാറ്റ്സ്. ഫെയിൽ ആയ ആൾക്കാർക്ക് അടുത്ത പ്രാവശ്യം ഞാൻ കൺഗ്രാറ്റ്സ് പറയാം, നിങ്ങൾ അടുത്ത പ്രാവശ്യം പാസ്സാവുന്ന സമയത്ത്. ഓക്കെ അല്ലേ? സംഭവം ഓക്കെ അല്ലേ? സോ നമ്മൾ ഇന്ന് ഇവിടെ വന്നത്, ഞാൻ കൂടുതൽ കാട് കയറി പോകുന്നില്ല, നമ്മൾ ഇന്ന് ഇവിടെ വന്നത് FM-ന്റെ റിവിഷൻ കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു ക്ലാസ് ഫുൾ എടുക്കും. അതല്ലേ, നിങ്ങൾ ഓൾറെഡി മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ക്ലാസ്സിന് പോകുന്നുണ്ട്, അവിടെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമ്മളൊരു എക്സ്ട്രാ ഇൻപുട്ട് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിൽ തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ടോപ്പിക്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലാസ് വീണ്ടും എടുക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് മൊത്തത്തിൽ 90 അവേഴ്സ് അല്ലെ, നമുക്ക് FM എന്ന് പറയുന്ന ഒരു പേപ്പർ ഫുൾ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 90 അവേഴ്സ് വേണം. അതിപ്പോ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലില്ല. കാരണം എനിക്ക് വേറെയും കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്, ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം. സോ അതിൻ്റെയൊക്കെ കുറച്ച് ഓട്ടത്തിലാണ്, അതിനിടയിലാണ് ഞാൻ ഈ ഒരു സെഷൻ എടുക്കുന്നത്. വളരെ ടൈറ്റ് ആണ്, പക്ഷേ എന്തായാലും
പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നു. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഇൻപുട്സ് ഒക്കെ ഒന്ന് വേണേ, അല്ലെങ്കിൽ ഇത് വളരെ എന്താണ് ഒരു മോണോലോഗ് പോലെയാവും, ബോറടിക്കും. അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും FM-ന്റെ ക്ലാസ് ട്യൂട്ടേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാറ്. സോ ഞാൻ ഇതിപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പറ്റത്തില്ല. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ആണ്. അതൊക്കെ അല്ലേ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലില് ഞാനിവിടെ എക്സലിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. ഞാനിവിടെ എക്സൽ എന്തൊക്കെയാണോ ടൈപ്പ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ ഒരു സമ്മറി, ഒരു വളരെ ഷോർട്ട് സമ്മറി, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ എന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ? നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു പ്രൊജക്ടിന്റെ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി, ഫൈനാൻഷ്യൽ വയബിലിറ്റി, ഇത് തുടങ്ങിയാൽ ലാഭകരമായിരിക്കുമോ എന്നുള്ള ഒരു കാര്യം നമ്മൾ മുൻകൂറായി പഠിക്കുന്നതിനെയാണ്, എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ഈസ് ബേസിക്കലി ദി ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി ഓഫ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആ പ്രൊജക്ടിന്റെ കോസ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്ത്, ആ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം എസ്റ്റിമേറ്റ് ചെയ്ത്, ബെനിഫിറ്റ് കോസ്റ്റിനേക്കാൾ കൂടുതലാവുന്ന ഒരു സാഹചര്യം വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന് ബേസിക്കലി 2 സ്റ്റെപ്പ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ആ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക. അതാണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യൽ ഒരു പ്രത്യേക കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ആ കോൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, റെലവന്റ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. ഈ റെലവന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഇൻക്രിമെന്റലി അഥവാ എക്സ്ട്രാ വരാൻ പോകുന്ന ക്യാഷ് ഐറ്റംസ് മാത്രമേ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാറുള്ളൂ. ഇതൊക്കെ നമ്മൾ എടുക്കും. എന്നാൽ നമ്മൾ എന്തെടുക്കരുത്? ഓൾറെഡി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള കോസ്റ്റുകൾ, പാസ്റ്റ് കോസ്റ്റുകൾ നമ്മൾ എടുക്കരുത്. അല്ലെങ്കിൽ കമ്മിറ്റഡ് കോസ്റ്റുകൾ, ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്താലും ഇല്ലെങ്കിലും വരുമെന്ന് ഉറപ്പുള്ള കോസ്റ്റുകൾ നമ്മൾ എടുക്കരുത്. അതുകൂടാതെ നോൺ ക്യാഷ് ഐറ്റംസ്, ഡിപ്രീസിയേഷൻ പോലെയുള്ള നോൺ ക്യാഷ് ഐറ്റംസ് നമ്മൾ എടുക്കരുത്. അങ്ങനെ റിലവന്റ് ആയിട്ട് വരുന്ന ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും മാത്രമേ നമ്മൾ ഒരു പ്രൊജക്ടിന്റെ അപ്രൈസലിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. നമ്മൾ ക്യാഷ് ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ക്യാഷ് ഫ്ലോസിന്റെ മുകളിൽ നമ്മൾ ചില ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നിക്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന ക്യാഷ് ഫ്ലോസിന്റെ മുകളിൽ നമ്മൾ ചില ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നിക്സ് അപ്ലൈ ചെയ്യും. ആ ടെക്നിക്സ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടി എന്നുള്ള കാര്യം തീരുമാനിക്കുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇത് അറിയുന്നതല്ലേ? അറിയുന്നതാണോ? ഈ സംഭവങ്ങൾ അറിയുന്നതാണോ? അതിന്റെ മുകളിൽ ഞാൻ എക്സ്ട്രാ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ഐ എം അസ്യൂമിങ് യു നോ തിങ്സ്. ഇങ്ങനെ പോയാൽ പോരെ? ഇങ്ങനെ പോകാനുള്ള സമയം നമുക്ക് നോർമലി ഉണ്ടാവുള്ളൂ. ഐ എം നോട്ട് ടേക്കിംഗ് ദി ക്ലാസ്, ഓക്കെ? അത് നിങ്ങൾ ആരും വിചാരിക്കണ്ടേ ലൈക്ക് മേ ബി ഞാൻ ക്ലാസ്സിൽ 30-45 മിനിറ്റ്സിൽ പറയുന്ന സാധനമാണ് ഞാൻ ഇപ്പൊ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നിക്സ് നോക്കുന്ന സമയത്ത്, അപ്രൈസൽ ടെക്നിക്സിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ് പറഞ്ഞോ? ചാറ്റ് ബോക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, മൈക്ക് യൂസ് ചെയ്യേ. മൈക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ അടിപൊളിയായിരിക്കുവേ. സ്പീക്കർ നോക്കട്ടെ. ഓക്കെ, ഹെഡ്ഫോണിൽ ഉണ്ട്, കണക്ഷൻ ഉണ്ട്, യൂസ് ചെയ്യാം. പറഞ്ഞോ, എന്താണ് ഒന്നാമത്തെ ടെക്നിക്ക്? നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്.
അല്ലെ? നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്. അതായത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാത്ത ടെക്നിക്സിനെ വിളിക്കുന്ന പേരാണ് നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ്. നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്കിൽ വരുന്ന ഒന്നാമത്തെ മെത്തേഡാണ് പേ ബാക്ക് പീരീഡ്. അല്ലെ? എന്താണ് ഈ പേ ബാക്ക് പീരീഡ്? നമ്മൾ മുടക്കിയ ക്യാഷ് ഫ്ലോസ്, ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കിയ ക്യാഷ് ഫ്ലോസ് എത്ര വർഷം കൊണ്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്, ആ ഒരു ടൈം ഡ്യൂറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേ ബാക്ക് പീരീഡ്. അല്ലെ? ടൈം ടേക്കൺ ഫോർ ദി ക്യാഷ് ഇൻഫ്ലോസ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോസ് ടു ഈക്വൽ ക്യാഷ് ഇൻഫ്ലോസ്, അതിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് പേ ബാക്ക് കുറഞ്ഞ പ്രൊജക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡാണ് എന്തായിരുന്നു? ARR, അല്ലെ? അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, അഥവാ ഇതിനെ വേറൊരു പേരും കൂടി വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, എന്ത്? ROCE. അപ്പൊ ARR കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻടു 100. ഇതിൽ ഡിനോമിനേറ്ററിൽ നമുക്ക് വേണമെങ്കിൽ ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എടുക്കാം. അതെന്താണ് എടുക്കേണ്ടതെന്നുള്ള കാര്യം പലപ്പോഴും ക്വസ്റ്റനിൽ പറയും. നമ്മൾ നോർമലി എടുക്കൽ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആൻഡ് ARR എന്ന് പറയുന്ന മെത്തേഡിലും ഇതിനുള്ള ഒരു പ്രത്യേകത, അല്ലെ? മറ്റുള്ള എല്ലാ മെത്തേഡ്സിലും നമ്മൾ ക്യാഷ് ഫ്ലോസ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, എന്നാൽ ARR മെത്തേഡിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആണ്. ആൻഡ് രണ്ടാമത്തെ മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് അപ്രൈസ് ചെയ്യണോ വേണ്ടി എന്നുള്ള എല്ലാ ഒരു മെത്തേഡ്സ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഡിസ്കൗണ്ടിങ്ങിൽ രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, അല്ലെ? ആദ്യം എന്തുണ്ട്? കോമ്പൗണ്ടിങ് ഉണ്ട്. എന്താണ് ഈ കോമ്പൗണ്ടിങ്? നമുക്ക് പ്രസന്റ് വാല്യൂ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് പ്രസന്റ് വാല്യൂ ഇൻടു 1 + R ഹോൾ റേസ് ടു n. അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് പ്രസന്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഡിസ്കൗണ്ട് ഫാക്ടർ. പിന്നെയുള്ള കോൺസെപ്റ്റ് ആണ് എന്ത്? ഡിസ്കൗണ്ടിങ്. നമുക്ക് ഫ്യൂച്ചർ വാല്യൂ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + R ഹോൾ റേസ് ടു n. അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഫ്യൂച്ചർ വാല്യൂ ഇൻടു ഡിസ്കൗണ്ട് ഫാക്ടർ. അപ്പൊ എന്താണ് ഈ ഡിസ്കൗണ്ട് ഫാക്ടർ? $1 പ്രസന്റ് വാല്യൂക്ക് പറയുന്ന പേരാണ് ഡിസ്കൗണ്ട് ഫാക്ടർ. നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ, അല്ലെ, രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ 1 ഡിവൈഡഡ് ബൈ 1 + R ഹോൾ റേസ് ടു n അങ്ങനെ കാണാം. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്ക് എവിടെ ഉണ്ടാവും? നമ്മുടെ എക്സാമിനേഷനിലെ PV ടേബിളിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഡിസ്കൗണ്ടിങ്ങിന്റെ സെഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് എഗെയിൻ ഡിസ്കൗണ്ടിങ് നമ്മൾ FM-ൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എടുക്കുന്നതാണ്. പക്ഷെ ഞാൻ AFM-ൽ ഒരു 30 മിനിറ്റ്സിൽ കുട്ടികൾക്ക് ബ്രീഫായിട്ട് എന്നാൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. അതിന്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ലിങ്ക് വേണോ? ആവശ്യമുണ്ടാ? ഇട്ടുതരാം. അതിന്റെ യൂട്യൂബ് ലിങ്ക് ഇട്ടുതരാം. ഇവിടെ ധാരാളിരിക്കുന്നേ ഇഷ്ടംപോലെ കോളാടെ ഇന്ന്. കുറെ കുട്ടികൾ ഫെയിലായിട്ട് അവർക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുക്കണ്ടേ. എനിക്കാണെങ്കിൽ ഒരാളല്ലേ ഉള്ളൂ, എനിക്കൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ നാളെ കോമൺ ആയിട്ട് ഒരു സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നെക്സ്റ്റ് വാട്ട് ഷുഡ് ബി യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ടൈം വാല്യൂ ഓഫ് മണി ഇത് AFM ലെവലാണ്, പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്. ഓക്കെ, അതിന്റെ യൂട്യൂബ് ലിങ്ക് ടൈം വാല്യൂ ഓഫ് മണി. അപ്പൊ നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ, DCF മെത്തേഡിൽ നമ്മൾ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ഏതൊക്കെയായിരുന്നു രണ്ട് മെത്തേഡ്സ്? ഒന്നാമത്തെ എന്താ? NPV, അല്ലെ? നെറ്റ് പ്രസന്റ് വാല്യൂ. എന്താണ് NPV?
പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? NPV. ക്യാഷ് ഇൻഫ്ലോസിന്റെയും ക്യാഷ് ഔട്ട്ഫ്ലോസിന്റെയും പ്രസന്റ് വാല്യൂക്ക് പറയുന്ന പേരാണ് NPV. ആൻഡ് NPVയിൽ നമ്മൾ NPV പോസിറ്റീവ് ആണെങ്കിലാണ് പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യല്. NPVക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതൊരു അബ്സല്യൂട്ട് മെഷർ ആണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം ആക്ച്വലി പരിശോധിക്കുന്ന ഒരു മെഷറാണ് NPV മെത്തേഡ്. അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് എപ്പോഴും നിങ്ങളുടെ ഡിസിഷൻസ് ബേസ് ചെയ്യേണ്ടത് NPV മെത്തേഡിലാണ്. അൺലെസ് ദർ ഈസ് എ ക്യാപിറ്റൽ റേഷനിങ് ഓർ സംതിങ്. കാരണം ക്യാപിറ്റൽ റേഷനിങ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡാണ് അപ്ലൈ ചെയ്യുക. അതല്ലാത്ത ഓൾ അതർ സിറ്റുവേഷൻസിൽ നമ്മൾ ഷെയർ ഹോൾഡർ വെൽത്ത് മാക്സിമൈസേഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ ദ ഡിസിഷൻസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ NPV. ആൻഡ് രണ്ടാമത്തെ മെത്തേഡാണ് IRR അല്ലേ? അപ്പൊ എന്താണ് ഈ IRR? IRR ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് NPV ബിക്കംസ് 0. ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾ മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ ആണ് IRR. ഒരു പ്രൊജക്റ്റിന്റെ ആക്ച്വൽ റിട്ടേൺ അല്ല, ഒരു പ്രൊജക്റ്റ് നമുക്ക് മാക്സിമം എത്ര വരെ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാം അതിനെ വിളിക്കുന്ന പേരാണ് IRR. അപ്പൊ ഞാൻ NPVയുടെ ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പേ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം അല്ലെ? സോ എസ്യൂം ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. എസ്യൂം യു ആർ സ്റ്റാർട്ടിങ് എ പ്രൊജക്ട് ആൻഡ് നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% ആണ്. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഒരു 8% നോട്ടെ. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് മേ ബി അല്ലെങ്കിൽ നിങ്ങൾ ട്യൂട്ടർ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫണ്ട് വേണം. ആ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോസ്റ്റ് വരും. ആ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബൈ ഡിഫോൾട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ബിസിനസ്സിന് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് എടുക്കും. ഇത് നമ്മൾ ഇക്വിറ്റിന്ന് ഫണ്ട് എടുക്കും, അല്ലെങ്കിൽ ഡെറ്റ് നിന്ന് ഫണ്ട് എടുക്കും, ഷെയർ ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ ലോൺ നോട്ട് ഇഷ്യൂ ചെയ്യും. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് കൊടുക്കണം ഇൻവെസ്റ്റേഴ്സിന്, ലോൺ നോട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കൊടുക്കണം ഇൻവെസ്റ്റേഴ്സിന്. അപ്പൊ ഇതിന്റെയൊക്കെ ആവറേജ് കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഫണ്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മൾ പ്രൊജക്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ ഡിസ്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പൊ എസ്യൂം ചെയ്യുക നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8% ആണ്. അതൊരു 5 ഇയർ പ്രൊജക്റ്റ് ആണ്. ഈ പ്രൊജക്ടിന്റെ മൊത്തം ടൈം പീരീഡ് എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ്. മൊത്തം ടൈം പീരീഡ് 5 ഇയേഴ്സ് ആണ്. ആൻഡ് ഈ ഒരു പ്രൊജക്ടിന്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്ടിന്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 0th ഇയറിൽ നമ്മൾ നോർമലി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് കാണിക്കുക. 0th ഇയറിൽ നമ്മൾ കാണിക്കുക ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അസ്യൂം ചെയ്യുക ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 20,000 ആണ്. അപ്പൊ 20,000 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മുടക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 5,000 ക്യാഷ് ഫ്ലോ കിട്ടും, പിന്നെ ഒരു 4,000 കിട്ടും, പിന്നെ 5,500 കിട്ടും, പിന്നെ ഒരു 6,000 കിട്ടും, പിന്നെ ഒരു 2,500 കിട്ടും. ഇതാണ് ഈ ഒരു പ്രൊജക്ട് തുടങ്ങിയാൽ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ്. ആൻഡ് നമ്മൾ ഇതിന്റെ NPV കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്യാഷ് ഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ചെയ്യണം. ഏത് റേറ്റ് വെച്ചിട്ടാണ് ഡിസ്കൗണ്ട് ചെയ്യുക? 8% വെച്ചിട്ടാണ് ഡിസ്കൗണ്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. 0th ഇയറിന്റെ ഡിസ്കൗണ്ട് ഫാക്ടർ 1 ആണ്. ഫസ്റ്റ് ഇയറിന്റെ ഡിസ്കൗണ്ട് ഫാക്ടർ ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിലെ കണ്ടുപിടിക്കലല്ല, എക്സൽ എങ്ങനെ കണ്ടുപിടിക്കല്? നിങ്ങൾക്ക് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എക്സൽ യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലെ? അപ്പം നിങ്ങൾ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഡിസ്കൗണ്ട് ഫാക്ടർ നിങ്ങൾ PV ടേബിൾ എടുക്കുന്നതിനേക്കാൾ നല്ലത് കാൽക്കുലേറ്ററിൽ ചെയ്യുന്നതാണ്. 1/1 + R. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഡിസ്കൗണ്ട് ഫാക്ടർ കിട്ടി. വീണ്ടും /1 + R നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ഡിസ്കൗണ്ട് ഫാക്ടർ കിട്ടി. വീണ്ടും /1 + R തേർഡ് ഇയറിൽ ഡിസ്കൗണ്ട് ഫാക്ടർ കിട്ടി, ആൻഡ് സോ ഓൺ. ഇനി അങ്ങനെയല്ല, നിങ്ങൾ എക്സലിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. 1/1 + R ഹോൾ റേസ് ടു 1 കൊടുക്കുന്നതിന് പകരം ഈ സെല്ല് സെലക്ട് ചെയ്താൽ മതി. 1 കൊടുക്കേണ്ട ആ സെല്ല് സെലക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇത് താഴേക്ക് എന്ത് ചെയ്യാം? ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രസന്റ് വാല്യൂ കാണാം. എങ്ങനെ പ്രസന്റ് വാല്യൂ കാണല്? ക്യാഷ് ഫ്ലോ ഇൻടു ഡിസ്കൗണ്ട് ഫാക്ടർ.
ഇത് മൊത്തം ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഇത് ക്യാഷ് ഔട്ട്ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ആണ്, ഇത് മൊത്തം ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ആണ്. ഇതിന്റെ സമ്മ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് NPV കിട്ടും. NPV നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പ്രൊജക്ട് എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അറിയുന്നല്ലേ, ഇത് സംഭവം അറിയുന്നല്ലേ? നിങ്ങൾ NPV ഇങ്ങനെയാണോ ചെയ്യല്, അതോ NPV നമുക്ക് വേണമെങ്കിൽ എക്സൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം? ഇതൊക്കെ നമുക്ക് സെക്ഷൻ സിയിൽ ചെയ്യാൻ പറ്റും. ഞാനിവിടെ എക്സലിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കാണിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് സെക്ഷൻ സിയിൽ ചെയ്യാം. അതായത് ഇങ്ങനെയൊന്നും NPV കാണണ്ട, നമുക്ക് NPV എക്സൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഈക്വൽ ടു NPV എടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇൻഫ്ലോസ് മാത്രം എടുക്കുക. പ്രസന്റ് വാല്യൂ അല്ലേ ഇൻഫ്ലോസ്. അതായത് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈക്വൽ ടു NPV എടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇൻഫ്ലോസ് മാത്രം എടുക്കുക. സോറി, ആദ്യം റേറ്റ് കാണിക്കുക. റേറ്റ് എത്രയായിരുന്നു? 8%. അത് റേറ്റ് കാണിക്കണേ. റേറ്റ് കാണിക്കുക 8%. പിന്നെ ഇൻഫ്ലോസ് മാത്രം എടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യാം. ഞാൻ സെൽ റെഫറൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്ലസ് ചെയ്തിട്ടാണ് ഇത് സെലക്ട് ചെയ്യുക, കാരണം അത് ഓൾറെഡി മൈനസിലുള്ള. നമ്മൾ ഇവിടെ സെൽ റെഫറൻസ് ഹോമിൽ പോയിട്ട് ഈ പെർസെൻറ്റേജ് മാറ്റിയിട്ട് ഒന്ന് നമ്പർ ആക്കണേ. ഇതൊക്കെയാണോ? ഇതൊക്കെയാണോ? എക്സൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ എനിക്ക് തോന്നുന്നു 2 മാർക്സിന്റെ ക്വസ്റ്റനിൽ നമ്മൾ ഈ ഫുൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ടി വരും. കണ്ടിന്യൂ ചെയ്യട്ടെ. ഇനി ഇതേ ക്വസ്റ്റനിൽ നമ്മൾ എങ്ങനെ IRR കാണല്? ഇതേ ക്വസ്റ്റനിൽ നമ്മൾ എങ്ങനെയാണ് IRR കാണല്? നിങ്ങൾ എങ്ങനെ IRR കാണല്? ലീനിയർ ഇന്റർപോളേഷൻ ഇക്വേഷൻ വെച്ചിട്ടല്ലേ? ലീനിയർ അല്ലേ? അടാ അതൊന്നും ചെയ്യണ്ടടാ. എന്താണെന്നറിയോ, നിങ്ങൾ അതൊന്നും ചെയ്യണ്ട. നിങ്ങൾ IRR വന്നു കഴിഞ്ഞാൽ ആ ഫിഗേഴ്സ് ഒന്ന് നോട്ട് ചെയ്തിട്ട് സെക്ഷൻ സി സ്പ്രെഡ്ഷീറ്റിലേക്ക് ഒന്ന് പോവുക. എന്നിട്ട് നിങ്ങൾ ഈക്വൽ ടു IRR അടിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ ഫിഗേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, IRR കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഡെസിമൽസ് ഒന്ന് കുറക്കാം. അങ്ങനെ ഈ സംഭവം ഇവിടെ അങ്ങനത്തെ സംഭവം അവിടെ ഓപ്ഷൻ ഉണ്ടാവും. ഇതാണ് നല്ലത്. അതായത് നിങ്ങൾ ഫിഗേഴ്സ് പേപ്പറിൽ കോപ്പി ചെയ്ത്, ഇപ്പൊ സെക്ഷൻ എയിലാണ് ചോദ്യമെങ്കിൽ സെക്ഷൻ എന്ന് നിങ്ങൾ ആ ഫിഗേഴ്സ് പേപ്പറിലേക്ക് കോപ്പി ചെയ്ത്, എന്നിട്ട് നിങ്ങൾ സെക്ഷൻ സിയിലുള്ള സ്പ്രെഡ്ഷീറ്റിലേക്ക് പോയിട്ട് ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് IRR. ഒന്നുകൂടെ പറയണോ? മറ്റേ മോഡൽ ചെയ്യണോ ഞാൻ IRR? ലീനിയർ ഇന്റർപോളേഷൻ മോഡൽ ചെയ്യണോ? അത് നിങ്ങൾക്ക് അറിയോ? ലീനിയർ ഇന്റർപോളേഷൻ മോഡൽ അറിയോ? ലോവർ റേറ്റ് പ്ലസ് NPV ഓഫ് ലോവർ റേറ്റ് അല്ലേ? അത് ചെയ്തു തരണോ? കാണിച്ചു തരണോ? അത് അറിയുന്നതാണോ അതോ കാണിച്ചു തരണമെന്നാണോ? അറിയാം. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല അല്ലേ? അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എക്സാമിനേഷനിൽ അങ്ങനെ ചെയ്യരുത്. അതൊക്കെ കുറെ ടൈം വേസ്റ്റ് ആണ്. ഈക്വൽ ടു IRR ഈ എക്സൽ ഫോർമുല നിങ്ങൾ പഠിച്ചിരിക്കുമല്ലോ അല്ലേ? ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, ബസ്. ആൻഡ് IRR ഡിസിഷൻ റൂള് എങ്ങനെയായിരുന്നു? IRR ഡിസിഷൻ റൂള്, ഇഫ് IRR ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മുടെ പ്രൊജക്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ ഇവിടെ IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കുറവാണ്, അതുകൊണ്ട് പ്രൊജക്ട് നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. സോ വാട്ട് ഈസ് ആക്ച്വലി IRR? എടാ, ഈ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് മാക്സിമം കിട്ടുന്ന റിട്ടേൺ ആണ് IRR. ഈ പ്രൊജക്ടിന്റെ മാക്സിമം റിട്ടേൺ 5.07% ആണ്. പക്ഷേ ഈ പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. നമ്മൾ എക്സ്പെക്ടേഷൻ 8% ഉണ്ട്, പക്ഷെ നമുക്ക് മാക്സിമം എത്രേ കിട്ടുന്നുള്ളൂ? 5.07% മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് റൂള് പറഞ്ഞത്? IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രൊജക്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത്. നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ആക്ച്വൽ റിട്ടേൺ ആണ് അല്ലെങ്കിൽ മാക്സിമം റിട്ടേൺ ആണ് IRR. അപ്പൊ മാക്സിമം റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാവുന്ന സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് ആ പ്രൊജക്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെയാണോ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് NPVയുടെ ഒരു 20 മാർക്സ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഈ NPVയുടെ 20 മാർക്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്രൊഫോമ ഉണ്ട് അല്ലെ? പ്രൊഫോമ നിങ്ങൾക്ക് അറിയില്ലേ എന്താണ് പ്രൊഫോമ? എന്തായിരുന്നു അതിന്റെ ഒരു പ്രൊഫോമ? ആദ്യം നമ്മൾ എന്ത് കാണിക്കും? സെയിൽസ് റവന്യൂ. സെയിൽസ് റവന്യൂ നമ്മൾ കോസ്റ്റുകൾ മൈനസ് ചെയ്യും. പല പല കോസ്റ്റുകൾ ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യും. ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ കിട്ടും, അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ടാക്സ് മൈനസ് ചെയ്യണം. എന്നാൽ എന്ത് ആഡ് ചെയ്യണം? ടാക്സ് ബെനിഫിറ്റ് ഓൺ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. ടാക്സ് മൈനസ് ചെയ്യണം, ടാക്സ് ബെനിഫിറ്റ് ഓൺ ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ കാണിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കാണിക്കാം. പിന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കാണിക്കാം. സ്ക്രാപ്പ് വാല്യൂ നമുക്ക് കാണിക്കാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ നെറ്റ് ക്യാഷ് ഫ്ലോ കിട്ടും. ഫൈനൽ നെറ്റ് ക്യാഷ് ഫ്ലോ. ഈ ഫൈനൽ നെറ്റ് ക്യാഷ് ഫ്ലോനെ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ട് ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രസന്റ് വാല്യൂ കിട്ടും. ആ പ്രസന്റ് വാല്യൂയുടെ സമ്മാണ് NPV. ഇതാണ് ഒരു ബേസിക് പെർഫോമ. ചില സമയത്ത് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തരുന്നതിന് പകരം നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തരും. വേരിയബിൾ കോസ്റ്റ് വേറെ ഫിക്സഡ് കോസ്റ്റ് വേറെ എന്ന് കാണിക്കുന്നതിന് പകരം നമുക്ക് എന്ത് തരും? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നൊക്കെ തരും. പക്ഷെ ഇതാണ് ഒരു ബേസിക് പെർഫോമ. ഇതിന്റെ മുകളിൽ നമുക്കൊരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്താലോ? 20 മാർക്സിന്റെ ഒരു കപ്ലാനില് ക്വസ്റ്റ്യന്റെ പേര് കൊടുക്കല്ലേ? ഏതാ ചെയ്യാ? 289 കബ്രറസ്. അത് പക്ക ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ആണോ അതോ 289 നോക്കട്ടെ. 289 143 page number 70. ഇത് EAC അല്ലേ? നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ കഴിഞ്ഞിട്ട് EACയിലേക്ക് പോവാം. EAC എടുക്കാനുണ്ട്, ലീസ് വേഴ്സസ് ബൈ നോക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ആ സമയത്ത് നോക്കാം. ആദ്യം നമുക്കൊരു ബേസിക് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ ഒരു ചോദ്യം നമുക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഒരു കണക്ഷൻ കിട്ടുക. ഈ ക്ലാസ്സിന്റെ റെക്കോർഡിങ് കിട്ടൂല, ഇത് ലൈവ് തന്നെ വരണം. ഈ കിറ്റ് ഞാൻ ഷെയർ ചെയ്ത് തരാം, കുഴപ്പമൊന്നുമില്ല. ലേറ്റസ്റ്റ് കിറ്റ് ഷെയർ ചെയ്ത് തരാം. പിങ്സ് എല്ലാവരും ചെയ്തതാ? പിങ്സ് ഒക്കെ നിങ്ങൾ ചെയ്തല്ലേ? ഇതോ മെൽപ്ലാഷോ? മെൽപ്ലാഷ്. പക്ഷെ ഇത് നമുക്കൊരു ബേസിക് നിങ്ങളെല്ലാം ചെയ്തല്ലേ? എല്ലാം ചെയ്തിനെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യാ? പിങ്സ് നിങ്ങൾ ചെയ്തല്ലേ? പിങ്സ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? എന്താണെന്ന് മെൽപ്ലാഷും വേറൊരു പാറ്റേൺ ആണ്. എനിക്ക് ആ ബേസിക് ഇൻവെസ്റ്റ്മെന്റ് പ്രൈസില് ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ. ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം ഒന്ന് നോക്കട്ടെ, എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും ഒരു എന്താ പറയാ, അങ്ങനെ എന്തെങ്കിലും സാധനം ഉള്ളത് ചെയ്യാം. എന്തായാലും ചെയ്യല്ലേ? ഇതില് വൈക്സിൻ പർപ്പുച്ചിറ്റി വരുന്നുണ്ട് എവിടെ എവിടെയെങ്കിലും ക്യാഷ് ബോസ്?
ഓക്കെ, ഞാൻ ജസ്റ്റ് 2 ഓപ്ഷൻസ് തരാം, എന്നിട്ട് നിങ്ങൾ അതിൽ മാക്സിമം ബാക്കിലൊന്നും ഇല്ല, ബാക്കിലൊന്നുമില്ല, ബാക്ക് സിമ്പിൾ ആണ്. വൈക്സിലിന്റെ പ്രോബബിലിറ്റി വരുന്നുണ്ട്. നോക്കട്ടെടാ, ഞാൻ ഈ സാധാ യൂണിവേഴ്സൽ അപ്രൈസലിന്റെ ചോദ്യം ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്, എന്നിട്ട് പിന്നെ നമുക്ക് മറ്റുള്ളതിലേക്ക് ഒരു ഡിഫറൻസ് ഉള്ള സംഭവങ്ങളിലേക്ക് പോകാന്ന് വിചാരിച്ചിട്ടാണ്. ഹോക്കർ ലീസ് വേഴ്സസ് ബയ്യ, അത് എന്തായാലും നമ്മൾ ചെയ്യല്ലേ. അപ്പൊ ഒരു ഫ്ലോയില് എനിക്ക് OCD ഉണ്ട്, അപ്പൊ ഒരു കാര്യം അതിന്റെ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം, ഒരു സുഖം കിട്ടൂല. അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഇതാണ്. എനിക്ക് ഓർഗനൈസ്ഡ് ആയിരിക്കണം എല്ലാം. ഇപ്പൊ നിങ്ങൾ എന്റെ എക്സൽ കണ്ടില്ലേ, ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പം ഹെബാക്ക് അല്ലെങ്കിൽ വാട്ട് എവർ ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയണ്ടാവേ. ഇത് എക്സലിൽ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഒരു പറഞ്ഞുതരത്തായിരിക്കുമല്ലോ അല്ലെ. അങ്ങനെ നോക്കിയാലോ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഹെബാക്ക് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് ഇതിൽ, ഇൻക്രിമെന്റൽ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ നമുക്ക് എക്സലില് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ചെയ്യാൻ അറിയാം. സോ ഐ എം ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ഹൗ ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ എ വെരി സിമ്പിൾ വേ ഇൻ എക്സൽ. ഹെബാക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്റെ കൂടെ ചെയ്യുന്നുണ്ടോ അതോ നിങ്ങൾ കാണുകയാണോ ചെയ്യുക എന്നിട്ട് പിന്നെ ചെയ്യലാണോ, എന്താണ് നിങ്ങളുടെ ഒരു പ്ലാന്? കാരണം അതിനനുസരിച്ച് എനിക്ക് എന്റെ പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യം മാത്രമേ മേ ബി നടക്കുകയുള്ളൂ. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പിന്നെ അത് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നടക്കും. ഇത് എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ ചെയ്യുക? നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എത്ര സമയം കൊണ്ട് ചെയ്യും? ഇതിലെ റിക്വയർമെന്റ് 12 മാർക്സ്, റിക്വയർമെന്റ് 12 മാർക്സ് എത്ര സമയം കൊണ്ട് നിങ്ങൾ ചെയ്യും? എത്ര ടൈം എടുക്കും? 10 മിനിറ്റ്. 10 മിനിറ്റ് ആണെങ്കിൽ ഓക്കെ, ഗുഡ്. ഇത് 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട സാധനം മാത്രമേ ഉള്ളൂ ഇതില്. 10 മിനിറ്റ്സിന്റെ കണ്ടന്റ് മാത്രമേ ഇതിലുള്ളൂ. നിങ്ങൾ 10 മിനിറ്റ്സ് കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഓക്കെയാ, പെർഫെക്റ്റ്. ഓക്കെ, എന്തായാലും സ്ട്രാറ്റജിക്ക് ഞാൻ പറഞ്ഞുതരും. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ പറഞ്ഞുതരാം. സ്നേഹക്ക് പറഞ്ഞുതരാം, സ്ട്രാറ്റജി പറഞ്ഞുതരാം. സ്ട്രാറ്റജി അതെ, ഞാൻ നിങ്ങളുടെ റിവിഷൻ പ്രൊവൈഡർ ആണ്. അതായത് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ മെയിൻ ആള് നിങ്ങളുടെ ട്യൂട്ടറാണ്. ട്യൂട്ടർ പറയുന്നത് പോലെയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഞാൻ ഇതിന്റെ മുകളിൽ എക്സ്ട്രാ ഒരു എന്താ പറയാ, ഒരു കേക്ക് വാങ്ങിച്ചാൽ അതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ചെറി ഉണ്ടാവില്ലേ, ആ ചെറി മാത്രമാണ് ഞാൻ. കേക്ക് മൊത്തം നിങ്ങളുടെ ട്യൂട്ടറാ. അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കണേ. ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് തരുന്ന പരിപാടിയില്ല. എക്സലിന്റെ കോപ്പി ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിടും, അല്ലെ സോറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലിടും. ഇത് റെക്കോർഡഡ് ക്ലാസ് ഇല്ല, ഇത് ലൈവ് പഠിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് മാത്രമുള്ള സെഷനാണ്. മടിയന്മാരാണ് റെക്കോർഡിങ്ങിന്റെ പിന്നാലെ പോവുക. അല്ല, ഞാൻ രാവിലെ 9 മണിക്ക് SBR തുടങ്ങിയതാണ്. 1 മണി വരെ SBR എടുത്ത് 1:30 വീണ്ടും AFM കയറി. എനിക്ക് ലഞ്ച് ബ്രേക്ക് ആകെ ഒരു 20 മിനിറ്റ്സാണ് കിട്ടുക. അത് കഴിഞ്ഞ് ഞാനൊരു 6 o'clock ഒരു AFM എടുത്ത്, എന്നിട്ട് എനിക്ക് ആ ബിൽഡിംഗ് നോക്കാൻ പോകാനുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ഇപ്പൊ ഇതാ വന്ന് ഇവിടെ ക്ലാസ്സിന് കയറിയില്ലേ. ഞാൻ ഇങ്ങോട്ട് എന്തെങ്കിലും പൈസ വാങ്ങുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വന്നിട്ട് ഇരിക്കണം. അങ്ങനെയാണ്. കിറ്റ് ഞാൻ ഷെയർ ചെയ്തുതരാം, കിറ്റ് ഷെയർ ചെയ്തുതരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുകളിൽ നമ്മൾ കുറെ കമന്റ് പറയുന്നില്ല, നമ്മൾ ഈ ഹെബാക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോ നമുക്ക് ഇതിന്റെ റിക്വയർമെന്റ് വായിക്കും. നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്യുന്നല്ലേ, ഒരുമിച്ച് ചെയ്യല്ലേ. ഒരുമിച്ച് ചെയ്യുകയാണെങ്കിലും ഞാൻ ഒരു പൊടിക്ക് പൈസ കൂട്ടുവേ. അതായത് നമ്മൾ ക്ലാസ്സിൽ നീ ചെയ്ത മോനെ ചെയ്തിട്ടില്ല, നോക്കട്ടെ, ലാപ്ടോപ്പ് നോക്കട്ടെ, ഇത് നിൽക്കുക, ആ സാധനം ഇല്ല കേട്ടാ. കാരണം ഒരു പൊടിക്ക് സ്പീഡ് കൂട്ടുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറെ ടൈം വേണ്ടി വരും. ഒരു പൊടിക്ക്, ജസ്റ്റ് ഒരു പൊടിക്ക്. വല്ലാണ്ട് പൈസ കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, വല്ലാണ്ട് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. പക്ഷെ ഞാൻ ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്, ഇത് ക്ലാസ്സിലെ ഒരു പൈസ അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ റിക്വയർമെന്റ് എന്താണ്? കാൽക്കുലേറ്റ് ദി
NPV of the project in nominal terms. ഈ NPV നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. നോമിനൽ അപ്രോച്ച് വെച്ചിട്ടും കണ്ടുപിടിക്കാം, റിയൽ അപ്രോച്ച് വെച്ചിട്ടും കണ്ടുപിടിക്കാം. ഇൻഫ്ലേഷൻ ഒന്നും കൺസിഡർ ചെയ്യാണ്ട് നമ്മൾ NPV കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ അപ്രോച്ചിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? റിയൽ അപ്രോച്ച്, റിയൽ മെത്തേഡ്. പക്ഷേ റിയൽ മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ വേരിയബിൾസിന്റെ ഇൻഫ്ലേഷൻ റേറ്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇപ്പൊ സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, എല്ലാ ഐറ്റത്തിന്റെയും ഇൻഫ്ലേഷൻ റേറ്റ് സെയിം ആണെങ്കിൽ നമുക്ക് ഏത് അപ്രോച്ച് അപ്ലൈ ചെയ്യാം? റിയൽ അപ്രോച്ച് അപ്ലൈ ചെയ്യാം. ഇനി അങ്ങനെയല്ല, ഓരോ വേരിയബിൾസിന്റെയും ഇൻഫ്ലേഷൻ റേറ്റ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മളവിടെ നോമിനൽ അപ്രോച്ച് വെച്ചിട്ടാണ് NPV കണ്ടുപിടിക്കേണ്ടത്. അതായത് ക്യാഷ് ഫ്ലോസിനൊക്കെ ആദ്യം എന്ത് ചെയ്യുക? ഇൻഫ്ലേറ്റ് ചെയ്യുക. ക്യാഷ് ഫ്ലോസിനൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് നോമിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ട് ക്യാഷ് ഫ്ലോസിന് ഡിസ്കൗണ്ട് ചെയ്ത് NPV കണ്ടുപിടിക്കുന്ന മോഡലാണ് നോമിനൽ അപ്രോച്ച് അല്ലെങ്കിൽ നോമിനൽ മെത്തേഡ്. അപ്പൊ ഇവിടെ നോമിനൽ മെത്തേഡ് ആണ് നമ്മളെടുത്ത് പറഞ്ഞത്. അപ്പൊ നമുക്ക് ക്യാഷ് ഫ്ലോസിനൊക്കെ എന്ത് ചെയ്യണം? ഇൻഫ്ലേറ്റ് ചെയ്യണം. സോ നമ്മളടുത്ത ക്വസ്റ്റനിൽ പറയാണ്, ഹെബാക് ഈസ് പ്രിപ്പയറിംഗ് ടു ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ എ ന്യൂ മാർക്കറ്റ് വിച്ച് ഈസ് ഔട്ട്സൈഡ് ഇറ്റ്സ് കറന്റ് ബിസിനസ് ഓപ്പറേഷൻസ്. എടാ, നിങ്ങൾ റിക്വയർമെന്റ് എ വായിച്ചിട്ട് എന്താണ് റിക്വയർമെന്റ് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു. വാട്ട് ഈസ് റിക്വയർമെന്റ്? എന്താണ് റിക്വയർമെന്റ്? NPV കണ്ടുപിടിക്കൽ മാത്രമാണ് റിക്വയർമെന്റ്? അല്ല. NPV കണ്ടുപിടിക്കൽ മാത്രമല്ല, നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽ അക്സെപ്റ്റബിലിറ്റിനെ കുറിച്ചിട്ട് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാൻ എത്ര മാർക്സ് ഉണ്ടാവും? കമന്റിന് എത്ര മാർക്സ് ഉണ്ടാവും? കമന്റിന് എത്ര മാർക്സ് ഉണ്ടാവും? കമന്റിന് ഒരു 2 3 വേണമെങ്കിൽ 4 മാർക്ക് ഉണ്ടാവും. 1 മാർക്ക് എന്തായാലും അല്ല, 2 മാർക്ക് എന്തായാലും ഉണ്ട്, ചിലപ്പോൾ 3 മാർക്ക് ഉണ്ട്, അല്ലേ? അപ്പൊ കമന്റിൽ നമ്മൾ കുറച്ചൊന്ന് പെർഫോം ചെയ്യണേ. കമന്റിൽ ജസ്റ്റ് NPV പോസിറ്റീവ് ആയതുകൊണ്ട് ആ പ്രൊജക്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിന്റെ മുകളിൽ നമ്മൾ എക്സ്ട്രാ സെന്റൻസും കൂടി പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ഇട്ട് കൊടുക്കണം. സ്പെസിഫിക്കലി ഈ ക്വസ്റ്റനിൽ എന്ത് പറഞ്ഞതുകൊണ്ട്? കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു 2 അല്ലെങ്കിൽ 3 മാർക്ക് അതിനുണ്ട്. Okay, so Hebak is preparing to launch a new product in a new market which is outside its current business operations. ഇത് നമുക്ക് ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് പുതിയൊരു പ്രൊഡക്റ്റ് ആണ്, പുതിയൊരു മാർക്കറ്റിലാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ പുതിയ പ്രൊഡക്റ്റ്, ഞാനൊന്ന് അവിടെ മൈക്കൊന്ന് നോക്കണം. ഈ പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ്, ഹ്യൂമൻ റിസോഴ്സ് അതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം മേക്ക് ഷുവർ ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഒരു കമന്റ് കൊടുക്കാം. ഫൈനാൻഷ്യൽ ആക്സെപ്റ്റബിലിറ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചതെങ്കിലും ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ഫ്രീ ഹിറ്റ് അല്ലേ, ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സാധനം വേണമെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം, അല്ലെ? ഫൈനാൻഷ്യലി വയബിൾ ആണെങ്കിലും ഇത് പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ആലോചിച്ചിട്ട് വേണം മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് ഇറക്കാൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കമന്റ് പറയാം. സോ ദ കമ്പനി ഹാസ് അണ്ടർടേക്കൺ മാർക്കറ്റ് റിസർച്ച് ആൻഡ് ടെസ്റ്റ് മാർക്കറ്റിംഗ് അറ്റ് എ കോസ്റ്റ് ഓഫ് $500,000 as a result of which it expects a new product to be successful. ഇത് മാർക്കറ്റ് റിസർച്ച് ആണ്. ഇത് ഓൾറെഡി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ആണ്. ഇത് സങ്ക് കോസ്റ്റ് ആണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിൽ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഓൾറെഡി നമ്മൾ സ്പെൻഡ് ചെയ്ത കോസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്ത് ചെയ്യത്തില്ല? കൺസിഡർ ചെയ്യത്തില്ല. ആൻഡ് ഹെബാക് കമ്പനിയുടെ പ്ലാന് ഇനീഷ്യലി ഒരു ലോവർ സെല്ലിംഗ് പ്രൈസ് ചാർജ് ചെയ്തിട്ട് പിന്നെ പ്രൈസ് കൂട്ടുക എന്നുള്ളതാണ്, ഓൺ ദി അസംഷൻ ദാറ്റ് ദി ന്യൂ പ്രൊഡക്റ്റ് വിൽ എസ്റ്റാബ്ലിഷ് ഇറ്റ് സെൽഫ് ഇൻ ദി ന്യൂ മാർക്കറ്റ്. അതും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ ഇനീഷ്യലി പ്രൈസ് ഒക്കെ കുറച്ചിട്ട് മാർക്കറ്റ് പിടിച്ചതിന് ശേഷം പ്രൈസ് കൂട്ടുന്ന സമയത്ത് കസ്റ്റമേഴ്സ് കുറ്റം പറയും. പറയൂലേ? നിങ്ങൾ പറയൂലേ? ഞാനിപ്പം ഫസ്റ്റ് ബാച്ചിൽ ഫീസ് വളരെ കുറച്ചിട്ട് വളരെ കുറച്ച് മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഫീസ് 500 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കുവോ? മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കുവോ? ഫീസ് കുറച്ചൊന്നും നിങ്ങൾ പറയൂലല്ലേ, കൂട്ടിയതായിരിക്കും പറയാം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കമന്റിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഇതൊക്കെ നമുക്ക് കമന്റിൽ ഉൾപ്പെടുത്താം. ആൻഡ് അപ്പൊ ഈ 500,000 നമ്മൾ എടുക്കുന്നില്ല, അത് പാസ് കോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. സോ അടുത്ത കുറച്ച് വർഷത്തേക്കുള്ള ഫോർകാസ്റ്റ് സെയിൽസ് വോളിയം, സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ് ഒക്കെ നമുക്ക് തന്നെ. ആൻഡ് ഇത് എത്ര വർഷത്തേക്കുള്ള പ്രൊജക്റ്റ് ആണ്? 4 ഇയേഴ്സിലേക്കുള്ള പ്രൊജക്റ്റ് ആണ്. അപ്പൊ അടുത്ത 4 വർഷത്തേക്കുള്ള ഫോർകാസ്റ്റ് ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഒരു ഇയർ കൊടുക്കാം. 0 1 2 3 4.
അടുത്ത 4 വർഷത്തേക്കുള്ള ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ശരിക്കും സ്പ്ലിറ്റ് സ്ക്രീനിലാണ് നമ്മൾ ഇത് ചെയ്യുക, അല്ലെ? സ്പ്ലിറ്റ് സ്ക്രീൻ ഇട്ടിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ സ്പ്ലിറ്റ് സ്ക്രീൻ ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവുമോ? ഇങ്ങനെ ചെയ്താൽ ബുദ്ധിമുട്ടാവുമോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. യൂണിറ്റ്സ് എങ്ങനെയാണ്? നമുക്ക് ഫിഗേഴ്സ് ഒക്കെ തൗസൻഡ്സിൽ ചെയ്താലോ? ഈ തൗസൻഡ്സ് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ? ഫിഗേഴ്സ് ഒക്കെ തൗസൻഡ്സിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അറിയുന്നല്ലേ? ഓൾ ഫിഗേഴ്സ് ആർ ഇൻ തൗസൻഡ്സ്. അപ്പൊ നമുക്ക് യൂണിറ്റ്സിൽ 3 സീറോസ് കുറക്കാം. അപ്പൊ 200, 800, 900, 400. ഇതാണ് യൂണിറ്റ്സ്. നമുക്ക് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. അത് 15, 18, 22, 22 ആണ്. നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും തന്നിട്ടുണ്ട്. അത് 9, 9, 9, 9. എല്ലാ വർഷവും 9 ആണ്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് എല്ലാ കൊല്ലം 9 തന്നെ ആവുക? ഒന്ന് കൂടുതലും വേണ്ടേ, അല്ലേ? ഇൻഫ്ലേഷൻ കാരണം കൂടുമായിരിക്കും. നോക്കാം നമുക്ക്. സെല്ലിംഗ് പ്രൈസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആർ ഗിവൺ ഹിയർ ഇൻ കറന്റ് പ്രൈസ് ടേംസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്യാഷ് ഫ്ലോസ് ഒക്കെ എന്താണ്? റിയൽ ക്യാഷ് ഫ്ലോസ് ആണ്. ഇതിനൊക്കെ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യും. ആൻഡ് സെല്ലിംഗ് പ്രൈസിന്റെ ഇൻഫ്ലേഷൻ എത്രയാണ്? 4% ആണ്. അപ്പൊ നമുക്ക് ഇൻഫ്ലേറ്റഡ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇവിടെ തന്നെ കാണാം. ഓരോ വർഷവും സെല്ലിംഗ് പ്രൈസിനെ നമ്മൾ 4% വെച്ചിട്ട് കൂട്ടണം. അപ്പൊ ശ്രദ്ധിക്കണേ, ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഈക്വൽ ടു അടിച്ച് ഇത് ഇൻറ്റു 1.04 റേസ് ടു 1 കൊടുക്കുക. 1 കൊടുക്കുന്നതിന് പകരം ആ സെൽ റെഫറൻസ് കൊടുക്കുക. 1 കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കുക? ആ സെൽ റെഫറൻസ് കൊടുക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇനി നമുക്കിത് ഡ്രാഗ് ചെയ്യാം. അപ്പൊ സെക്കൻഡ് ഇയറിന് എന്ത് വന്ന്? റേസ് 2 വന്ന്. തേർഡ് ഇയറിന് എന്ത് വന്ന്? റേസ് 3 വന്ന്. ഫോർത്ത് ഇയറിന് റേസ് ടു 4 വന്നു. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യല്? സെയിം ആണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെ ചെയ്യാം. നമുക്ക് കുറെ ടൈം സേവ് ചെയ്യാൻ പറ്റുമേ. റിയാന സംഭവം മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ല. ചെയ്യാത്തവർക്ക് സംഭവം മനസ്സിലായില്ല. അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്ലേറ്റഡ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും നമുക്ക് കാണാം. വേരിയബിൾ കോസ്റ്റിന്റെ ഇൻഫ്ലേഷൻ 5% ആണ്. അപ്പോൾ ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു 1.05 റേസ് ടു 1. ഇത് റേസ് ടു 2i, റേസ് ടു 3i, റേസ് ടു 4i. ആ പരിപാടി അവിടെ കത്താം. ആ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സെയിൽസ് റവന്യൂ കാണാം. എങ്ങനെ സെയിൽസ് റവന്യൂ കാണല്? യൂണിറ്റ്സ് ഇൻറ്റു ഇൻഫ്ലേറ്റഡ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് കാണുന്ന സമയത്ത് ഒരു മൈനസ് സിമ്പിൾ ഇടുന്നത് നല്ലതാണ്. വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാ കാണുക? യൂണിറ്റ്സ് ഇൻറ്റു ഇൻഫ്ലേറ്റഡ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇതൊക്കെയാണോ? കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അതോ വെയിറ്റ് ചെയ്യണോ? ഓക്കെ.
ഇനി ഫിക്സഡ് കോസ്റ്റ് ഇവർ പറയുന്നത് നമ്മൾ ഫിഗേഴ്സ് ഒക്കെ തൗസൻഡ്സിലാണ് ചെയ്യുന്നത്, 3 zeros ഇഗ്നോർ ചെയ്തിട്ടാണ്. സോ ഫിക്സഡ് കോസ്റ്റ് 500 എന്ന് പറയുന്നത് കറന്റ് പ്രൈസ് ടേംസിലാണ്. ആൻഡ് ഇറ്റ് ഈസ് അറൈസിങ് ആസ് എ റിസൾട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ദി ന്യൂ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് റെലവന്റ് കോസ്റ്റ് ആണ്, ഇത് ഇൻക്രിമെന്റൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കാണിക്കാം. പക്ഷേ ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 8% പെർ ഇയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഫിക്സഡ് കോസ്റ്റ് 500 into 1.08. Okay, raised to 1. പിന്നെ ഇത് ഡ്രാഗ് ചെയ്താൽ മതി. ഇത് 500 into 1.08 raised to 1. അപ്പോൾ ഇത് 500 into 1.08 raised to 2. ഇത് raised to 3 വന്ന്, ഇത് raised to 4 വന്നു. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പോയി. ഇനി ഇത് നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ, സം ഫംഗ്ഷൻ ഇട്ടിട്ട് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് കിട്ടും. ഇത് സ്പീഡ് ആവുന്നുണ്ടാ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ല? ഇതിങ്ങനെ എനിക്കറിയില്ല, കാരണം നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് എന്നുള്ളതാണ്. പക്ഷെ ലൈക്ക് ഇങ്ങനെ പോയാൽ പോരെ? സ്ലോ ആക്കണോ ഫോർ ദി മെജോറിറ്റി? ഓക്കെയാണ്. ഇനി നമുക്ക് ടാക്സ് നോക്കണം. ടാക്സിനെ കുറിച്ചിട്ട് ഇവർ എന്താ പറയുന്നത്? ടാക്സിനെ കുറിച്ചിട്ട് ഓക്കെ, ഹെബാക് കമ്പനി പേസ് കോർപ്പറേഷൻ ടാക്സ് at 20% per year with the tax liability being settled in the year in which it arises. ടാക്സ് either സെയിം ഇയർ ആയിരിക്കും അല്ലെങ്കിൽ 1 year in arrears ആയിരിക്കും. ടാക്സ് സെയിം ഇയർ ആണെങ്കിൽ ഈക്വൽ ടു ഇടുക, മൈനസ് ഇടുക, ഇതിന്റെ മുകളിൽ 20% ഡ്രാഗ് ചെയ്യുക. ടാക്സ് 1 year in arrears ആണെങ്കിൽ സെയിം പാറ്റേൺ ആണ്, പക്ഷേ ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോയുടെ മുകളിലത്തെ ടാക്സ് നമ്മൾ സെക്കൻഡ് ഇയറിലാണ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇയർ 4 അവസാനിക്കൂല, 5 കൂടി വേണ്ടി വരും ടാക്സ് 1 year in arrears ആണെങ്കിൽ. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ടാക്സ് 1 year in arrears അല്ല, ടാക്സ് സെയിം ഇയർ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോയുടെ മുകളിലത്തെ ടാക്സ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ കാണിക്കാം, ഇൻടു 20%. ഇനി നമ്മൾ കാണിക്കുന്നത് ടാക്സ് ബെനിഫിറ്റ് ഓൺ ഡിപ്രിസിയേഷൻ ആണ്. ടാക്സ് ബെനിഫിറ്റ് ഓൺ ഡിപ്രിസിയേഷൻ കാണിക്കുന്നതിന് മുന്നേ നമുക്ക് ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ സ്ക്രാപ്പും ഒക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് പറയുന്നുണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അത് 2.5 million ആണ്. അത് നമ്മൾ 0th ഇയറിലാണ് കാണിക്കുക, 2800. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ 4 വർഷം കൊണ്ട് സ്റ്റോപ്പ് ആവും. ആൻഡ് ഇത് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ഇതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 125 ആണ്. അതിന് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ഫ്യൂച്ചർ വാല്യൂ ടേംസ്. അപ്പൊ സ്ക്രാപ്പ് 125 ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2500 ആണ്, സ്ക്രാപ്പ് 125 ആണ്. നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഓൺ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വർക്കിംഗ് ചെയ്യാം. ശരിക്കും സെപ്പറേറ്റ് വർക്കിങ്ങിന്റെ ആവശ്യമില്ല, പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമോ? സെല്ലിൽ തന്നെ ചെയ്താൽ കൺഫ്യൂഷൻ ആവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് സെപ്പറേറ്റ് വർക്കിങ്ങിൽ ചെയ്യാം. അപ്പൊ ടാക്സ് ബെനിഫിറ്റ് ഓൺ ഡിപ്രിസിയേഷൻ, അതിന്റെ കോൺസെപ്റ്റ് ഞാൻ പറയുന്നില്ലേ. ഹോപ്പ്ഫുള്ളി യു ഹാവ് ലേൺ ദി കോൺസെപ്റ്റ് ഫ്രം ദി ക്ലാസ്. ടാക്സ് ബെനിഫിറ്റ് ഓൺ ഡിപ്രിസിയേഷനിൽ നമ്മൾ ആദ്യം ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കണം. ഡിപ്രിസിയേഷൻ ഇവർ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 25% റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിലാണ്. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ കോസ്റ്റിന്റെ 25% എടുക്കുക, അതായിരിക്കും ഡിപ്രിസിയേഷൻ. സെക്കൻഡ് ഇയറിൽ ഡിപ്രിസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കല്? ഫസ്റ്റ് ഇയറിന്റെ 75% എടുക്കാൻ. തേർഡ് ഇയറിൽ എങ്ങനെ കണ്ടുപിടിക്കല്? സെക്കൻഡ് ഇയറിന്റെ 75% എടുക്കാന്.
എന്നാൽ ഫൈനൽ ഇയറിൽ നമ്മൾ ഇങ്ങനെ 75% എടുക്കരുത്. ഫൈനൽ ഇയറിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ബാലൻസിങ് ചാർജ് ആണ്. ഇവിടെ പറയുന്നുണ്ട് അഡ്ജസ്റ്റഡ് ഇൻ ദി ഫൈനൽ ഇയർ ഓഫ് ഓപ്പറേഷൻ ഫോർ എ ബാലൻസിങ് അലവൻസ് ഓർ ചാർജ്. ബാലൻസിങ് ചാർജ് നമ്മൾ കണ്ടുപിടിക്കല് കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്ത് ഇതുവരെ നമ്മൾ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ, ഇതുവരെ നമ്മൾ ചാർജ് ചെയ്ത 3 വർഷത്തെ ഡിപ്രീസിയേഷൻ ഇല്ലേ, അത് മൈനസ് ചെയ്തിട്ടാണ്. ഇതിനെയാണ് നമ്മൾ ബാലൻസിങ് ചാർജ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബാലൻസിങ് ചാർജ് കണ്ടുപിടിക്കല്? കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് മൈനസ് ചെയ്ത് നമ്മൾ ഇതുവരെ ചാർജ് ചെയ്ത ആ 3 വർഷത്തെ ഡിപ്രീസിയേഷൻ, ഈ 3 ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ബാലൻസിങ് ചാർജ് കിട്ടും. ഇതാണ് ഡിപ്രീസിയേഷൻ. പക്ഷേ നമുക്ക് വേണ്ടത് ഡിപ്രീസിയേഷൻ അല്ല, നമുക്ക് വേണ്ടത് എന്താണ്? ടാക്സ് ബെനിഫിറ്റ് ഓൺ ഡിപ്രീസിയേഷൻ ആണ്. എങ്ങനെയാണ് ടാക്സ് ബെനിഫിറ്റ് ഓൺ ഡിപ്രീസിയേഷൻ കാണല്? ഡിപ്രീസിയേഷന്റെ മുകളിൽ 20% എടുക്കുക. ഓക്കെ അല്ലേ? ടാക്സ് ബെനിഫിറ്റ് ഓൺ ഡിപ്രീസിയേഷൻ നമ്മൾ ഇൻഫ്ലോ ആയിട്ടാണ് കാണിക്കുക. 1 year in arrears ആണെങ്കിൽ നമ്മൾ നേരത്തെ ടാക്സിൽ ചെയ്തതുപോലെ ഫസ്റ്റ് ഇയറിന്റെ ടാക്സ് ബെനിഫിറ്റ് സെക്കൻഡ് ഇയറിൽ കാണിക്കണം. ഇവിടെ സെയിം ഇയർ ആയതുകൊണ്ട് നമുക്ക് സെൽ റെഫറൻസ് ഇട്ടിട്ട് ഇത് ഫസ്റ്റ് ഇയറിലേക്ക് പോയി. സെൽ റെഫറൻസ് ഇടാൻ അറിയില്ല, ഈക്വൽ ടു ഇടുക, ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇത് ട്രാക്ക് ചെയ്യുക. 4th ഇയറിൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ്, നിങ്ങൾക്കത് ഇവിടെ ഈ സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് മൈനസ് ചെയ്ത് ഇതുവരെ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ ഒക്കെ മൈനസ് ചെയ്ത്, ഞാനത് സം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇതാണ് 4th ഇയറിലെ ഡിപ്രീസിയേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിങ് ചാർജ്. ഇതൊക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഇനി നമുക്ക് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലും കൂടിയുണ്ട്. വർക്കിംഗ് ക്യാപിറ്റലില് ഇവർ നമ്മളടുത്ത് പറയുന്നത് ശരിയാണേ, എൻ്റെ OCD ആണേ. പക്ഷെ ഈ OCD എന്നെ ക്ലാസ് എടുക്കുന്ന സമയത്തും ACC എക്സാമിനേഷനിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് കണ്ടാലേ ശരിയാവുള്ളൂ. അപ്പൊ ഞാനത് ഇങ്ങനെ ചെയ്ത് സ്പീഡാവും. അപ്പൊ ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് P ലെവൽസിലൊക്കെ നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആവും. ഞാനെന്റെ പിള്ളേരൊക്കെ അങ്ങനെയാണ് ശീലിപ്പിക്കല്. സോ എൻ്റെ P ലെവലില് നല്ല റിസൾട്ട്സ് വരാനുള്ള വൺ ഓഫ് ദി റീസൺ ഞാൻ മേ ബി സ്കിൽ ലെവലിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്ന സമയത്ത് ഇതേപോലെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ്. സോ ട്രൈ ടു ബി ഓർഗനൈസ്ഡ്, ട്രൈ ടു ഡു ആസ് മെനി ക്വസ്റ്റൻസ് ആസ് പോസിബിൾ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും? ഓർഗനൈസ്ഡ് ആയിക്കോളും. ഓക്കെ, അപ്പം വർക്കിംഗ് ക്യാപിറ്റല് ഇവർ പറയുന്നത് ഫസ്റ്റ് ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റൽ 1500 വേണമെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ഇയറിൽ 1500 വേണം. പിന്നെ ഓരോ വർഷവും വർക്കിംഗ് ക്യാപിറ്റല് 6% വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോ സെക്കൻഡ് ഇയറിലെ വർക്കിംഗ് ക്യാപിറ്റല് ഇൻടു 1.06 ആണ്. റേസ് ടു അത് യൂസ് ചെയ്യാൻ പറ്റൂലേ, കാരണം ഫസ്റ്റ് ഇയറിൽ ഇൻഫ്ലേഷൻ ഇല്ല, സെക്കൻഡ് ഇയർ തൊട്ടാണ് ഇൻഫ്ലേഷൻ വരുന്നത്. ആൻഡ് ഇവിടെ ഇൻടു 1.06, ഇവിടെ ഇൻടു 1.06. പക്ഷേ ശ്രദ്ധിക്കണേ, ഇനിയാണ് ഇതിപ്പോ ഞാൻ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്ന് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ്. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഫസ്റ്റ് ഇയറിലെ വർക്കിംഗ് ക്യാപിറ്റൽ, ഈ റവന്യൂ, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ഒക്കെ ഇയർ എൻഡിൽ വരുന്ന ക്യാഷ് ഫ്ലോസ് ആണ്. അതൊക്കെ എപ്പോഴാണ് വരിക? ഇയർ എൻഡിലാണ്. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ട്? ഇയർ സ്റ്റാർട്ടിൽ ആവശ്യമുണ്ട്. നമ്മൾ NPV അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ്ങിൽ ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ഒരു റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റൂള് പ്രകാരം ഇനി ക്യാഷ് ഫ്ലോസ് വിച്ച് ഒക്കേഴ്സ് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി ഇയർ should be shown in the previous year, അല്ലേ? should be shown in the previous year എന്നാണ്.
any cash flows at the start of the year should be shown in the previous year. So first yearലെ വർക്കിംഗ് ക്യാപിറ്റൽ ശരിക്കും എവിടെ ആവശ്യമുണ്ട്? ഫസ്റ്റ് ഇയർ സ്റ്റാർട്ടിൽ ആവശ്യമുണ്ട്. ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അത് ഏത് ഇയർ ആണ്? 0th ഇയർ ആണ്. ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഇയർ ആണ്? 0th ഇയർ ആണ്. സോ ഞാനിവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ ഭയങ്കര സംഭവമാണ്. ഞാൻ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നുകൂടെ പറഞ്ഞുതരാം, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ 0th ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇതിനെ ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കും. 0th ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ ഒരു എക്സ്പെൻസ് അല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ വൺസ് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. സോ ഫസ്റ്റ് ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റൽ 1500 ആണ്, സെക്കൻഡ് ഇയറിൽ 1590 ആണെങ്കിൽ സെക്കൻഡ് ഇയറിൽ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ മതി? വീണ്ടും 1590 കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എക്സ്ട്രാ എന്ത് കൊണ്ടുവന്നാൽ മതി? ആ 90 മാത്രം കൊണ്ടുവന്നാൽ മതി. അത് സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിൽ കൊണ്ടുവരണം. അതായത് ഏത് ഇയർ? ഫസ്റ്റ് ഇയർ. അപ്പൊ അത് നമ്മളൊരു വളരെ സിമ്പിൾ പരിപാടിയിൽ ചെയ്യുക. ഈക്വൽ ടു അടിക്കുക, മൈനസ് അടിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇത് മൈനസ് ഈ സെല്ല്. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡ്രാഗ് ചെയ്താൽ മതി. ഏറ്റവും അവസാനം നിങ്ങൾ മുടക്കിയ വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവർ ചെയ്യുന്ന പരിപാടി അടക്കം ഫൈനൽ ഇയറിൽ അങ്ങനെ തന്നെ വരും. ഇതൊക്കെയാണോ? ഈ മെത്തേഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ക്ലാസ്സിൽ നിന്ന്? വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് കാണിച്ചത്? ഫസ്റ്റ് ഇയറിൽ 1500, സെക്കൻഡ് ഇയറിൽ അതിന്റെ മുകളിൽ എത്ര പെർസെന്റ് ഇൻഫ്ലേഷന്? 6% ഇൻഫ്ലേഷന്. തേർഡ് ഇയറിൽ ഇതിന്റെ മുകളിൽ 6% ഇൻഫ്ലേഷന്. ഫോർത്ത് ഇയറിൽ ഇതിന്റെ മുകളിൽ വീണ്ടും 6% ഇൻഫ്ലേഷൻ. അത് ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഇതിനെ നമ്മൾ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയാം. പക്ഷെ നമ്മൾ NPV കാണിക്കാൻ പോകുന്നത് ഇൻക്രിമെന്റൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഡിഫറൻസേ കാണിക്കുള്ളൂ. അതും ഫസ്റ്റ് ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റൽ 0th ഇയറിൽ കാണിക്കുക, പിന്നെ ഈക്വൽ ടു ഇടുക, മൈനസ് ഇടുക, ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കല്. ആൻഡ് ഏറ്റവും അവസാനം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രൊജക്ടിന്റെ അവസാനം നമുക്കത് മൊത്തത്തിൽ റിക്കവർ ചെയ്യാം. അപ്പോൾ അത് മൊത്തം റിക്കവറി ആയിക്കോളും. 4th ഇയറിൽ ഫുൾ വർക്കിംഗ് ക്യാപിറ്റൽ റീഫണ്ട് നമുക്ക് വന്നു. ഇതാ ഇവിടെ വന്നു. അതങ്ങനെ വരും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. ആയില്ലേ? അല്ല ഇല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ ഓക്കെ അല്ലേ? ഇനി ഇത് മൊത്തം സെറ്റായ ശരിക്കും നമുക്കിനി ഇതിന്റെ ടോട്ടൽ കാണും. നമുക്ക് ഇക്വേഷൻ മോഡൽ NPV കണ്ടാലോ? മറ്റേ മോഡൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലേ അല്ലേ? നമുക്ക് രണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. നോമിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, റിയൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്? നോമിനലാണ്. അപ്പൊ ഞാൻ ഇക്വേഷൻ വെച്ചിട്ട് NPV കണ്ടുപിടിക്കുകയാണ്. ഇനി അഥവാ എക്സാമിന് ഈ സെൽ റെഫറൻസ് ഇക്വേഷൻ, അതായത് NPVയുടെ ഇക്വേഷൻ, NPVയുടെ ഫോർമുല എക്സാമിന് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം വന്നിട്ടില്ലെങ്കിൽ എന്നെ തന്തക്കുന്നുള്ളൊക്കെ വിളിക്കരുതേ. നമുക്ക് മറ്റേതും കാണാൻ അറിയാം, ഈ സാധനം കാണാൻ അറിയാം. നോർമലി എക്സാം ഫോർമുല ഷീറ്റിൽ NPVയുടെ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷേ ACCയുടെ ടെക്നിക്കൽ ഇഷ്യൂ, ACC എന്നെ വിളിച്ചു, നിങ്ങൾ എന്നെ വിളിക്കണ്ട, കാരണം ഇത് നോർമലി ചെയ്യാൻ പറ്റും. അപ്പൊ ഈക്വൽ ടു NPV ബ്രാക്കറ്റ് ഓപ്പൺ എത്ര പെർസെന്റ് ആയിരുന്നു? 12%. കമ ഇൻഫ്ലോസ് മാത്രം സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഞാൻ സെൽ റെഫറൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് ഇടേണ്ടി വരും, ബിക്കോസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി മൈനസിലാണ് ഉള്ളത്. അപ്പൊ ഇതിങ്ങനെ പെർസെൻറ്റേജിലാണ് വരിക. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫോം അടിക്കുക, ഇത് നമ്പറിലാക്കുക. നമ്പർ ഇതിനെ മില്യണിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാക്കുക? ഇതിപ്പോ തൗസൻഡ്സിലല്ലേ ഉള്ളത്, എങ്ങനെ മില്യണിലേക്ക് ആക്കുക? ഇത് ഓൾറെഡി തൗസൻഡ്സിലാണ് ഉള്ളത്. ഇത് ഡിവൈഡഡ് ബൈ ഒരു 1000 കൂടി അടിച്ചാൽ എന്തായി? മില്യനായി. ഈ മില്യനൊക്കെ ആക്കുവാണെങ്കിൽ നമുക്ക് എഴുതൽ എളുപ്പം അല്ലെ? 11.9 മില്യൺ എന്ന് പറയും, 11.98 അല്ലെങ്കിൽ 12 മില്യൺ എന്ന് പറയും. NPV 12 മില്യൺ ആണ്. Do you think that is a very big figure? NPV 12 million? ആണോ? ആണോടാ?
എത്രയായിരുന്നു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്? 2500 രൂപ മുടക്കിയിട്ട് 12 ഉലുവയാണ് NPV കിട്ടിയത്. എന്നിട്ടാണ് നമ്മൾ കമന്റ് ചെയ്യാൻ പോകുന്നത് NPV പോസിറ്റീവ് ആണ്, ധൈര്യത്തിൽ കയറി പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത്. അങ്ങനെയൊന്നും കമന്റ് ചെയ്യരുത്. സൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഇതെങ്ങനെ കണ്ടുപിടിച്ചതാ? ഇത് സിമ്പിൾ അല്ലേ? ഈക്വൽ ടു NPV ബ്രാക്കറ്റ് ഓപ്പൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12%, ഇൻഫ്ലോസ് മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ ആണോ അത്? നിങ്ങൾ ഉഷാറാണേ. നിങ്ങൾ പല ആൾക്കാർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഇതേപോലെ തന്നെ മുന്നോട്ടേക്ക് പോണേ. ആൾക്കാർ പലതും പറയും. ആള് പറയും ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചാൽ മതി, പാസ്സൊക്കെ ആവും. ശരിക്കും മണ്ടത്തരാണ്. കാരണം പാസ്സായ മാത്രം പോരാ, സ്കില്ല് വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് സ്കില്ല്. അല്ലാതെ നിങ്ങൾ വേറെ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഓർത്ത് വെച്ചിട്ടാണ്. ഇതെല്ലാം നമുക്ക് വർക്കിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചാൽ നിങ്ങൾ ചിലപ്പം പേപ്പർ പാസ്സാവും, പക്ഷേ നിങ്ങൾക്ക് ഒരു വസ്തു അറിയണ്ടാവില്ല. അല്ലേ? എടാ നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ ഡോക്ടർ പറയാണ്, ഞാൻ MBBS ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് രോഗിനെ പരിശോധിക്കാൻ അറിയില്ല, ഞാൻ ആ പഠിച്ച കാര്യം മറന്നുപോയി. നിങ്ങൾ ആ ഡോക്ടറെ അടുത്ത് പോവോ? പരിശോധിക്കാൻ പോവോ? കൺസൾട്ടേഷന് പോവോ? ഇല്ലാലോ. സെയിം കേസാണ് കമ്പനിയും ചെയ്യുക. നിങ്ങൾ പറയുകയാണെന്ത്, ഞാൻ ഇതെല്ലാം ACCA പഠിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം മറന്നുപോയി. ഇതെല്ലാം പ്രശ്നമാണ്. ഒന്നും മറക്കാൻ പറ്റൂല. ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചാൽ മറക്കും. ഫസ്റ്റ് പഠിക്കണം. ഓക്കെ, ഇതിന്റെ കമന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം. ഇതിപ്പോ കഴിഞ്ഞില്ലേ? കമന്റ് ഒരു 2-3 വരി മതിയെ, 2 ലൈനും മതി. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ, ദ പ്രൊജക്ട് ക്യാൻ ബി അക്സെപ്റ്റഡ് സിൻസ് ദി NPV ഈസ് പോസിറ്റീവ്. ഹൗവർ it should be noted that even after spending 2500 million, the NPV is only 12 million, which is a marginal figure. അത് നമുക്ക് പറയാം. $2.5 million 2500 അല്ല എടാ. അങ്ങനെയാണെങ്കിൽ നല്ല NPV ആണേ. എടാ സോറി, അപ്പൊ ആ സെന്റൻസ് ഒഴിവാക്കേണ്ടി വരും. ഇത് 2500 തൗസൻഡ്സ് ആണല്ലേ. അപ്പൊ നമുക്കത് പറയാം. ഓക്കെ, അപ്പൊ ധൈര്യത്തിൽ പറയാം അല്ലേ. സോറി കേട്ടാ, പെട്ടെന്ന് 2500 വിചാരിച്ചു പോയി. അപ്പൊ നമുക്ക് തിരിച്ചു പറയാം. ഇറ്റ് ഷുഡ് ബി നോട്ട് ദാറ്റ് ആഫ്റ്റർ സ്പെൻഡിങ്, തിരിച്ചു പറയാം, 2.5 million in initial investment, the NPV is only ഒഴിവാക്കാം, which is a very good figure. അല്ലേ? A very good figure. W പറഞ്ഞേരെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ 1-2 പോയിന്റുകൾ എക്സ്ട്രാ പറയാം അല്ലെ. എന്താ, അത് മതി. വേറെ എന്ത് പോയിന്റ് ആയിരിക്കും നിങ്ങൾ എക്സ്ട്രാ പറയാ? ഈ സെന്റൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് സോൾഡ് എന്താവാൻ ചാൻസ് ഉണ്ട്? കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോ
ഈ രീതിയിലുള്ള കമന്റ് ഇത്രയെങ്കിലും നിങ്ങൾ കമന്റ് കൊടുക്കണം. അല്ലാതെ NPV പോസിറ്റീവ് ആയതുകൊണ്ട് പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യണം, എംബൈഡ് വിട്ടു, ആ കമന്റ് അല്ല. ഇങ്ങനെ ഒരു കമന്റ് കൊടുക്കണം കേട്ടാ. NPV എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈക്വൽ ടു NPV, സിമ്പിൾ അല്ല. ഈക്വൽ ടു NPV, സുരാജ് പറയുന്ന പോലെ ഇത് സിമ്പിൾ ആടാ. മതിൽ ആടുന്നത് 12%, ഇത് മൊത്തം സെലക്ട് ചെയ്യുക, പ്ലസ് മൈനസ് ആണ് ശരിക്കും. ഇത് ഓൾറെഡി മൈനസ് ഉള്ളത് കൊണ്ട് പ്ലസ് ഇട്ടതാണ്. ഓക്കെ അല്ലേ? അതായത് നമ്മള് ഇതിന്റെ ചാർജ് ചെയ്യണേ, ചാർജ് കൂടെ എടുത്തില്ല. ഈ ക്വസ്റ്റ്യൻ നോമിനൽ മെത്തേഡ് ആയിരുന്നു, റിയൽ മെത്തേഡ് അല്ല. റിയൽ റേറ്റ് 12% അല്ലേ? നോമിനൽ റേറ്റ് 12% അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. റിയൽ മെത്തേഡ്, നോമിനൽ മെത്തേഡ് ജസ്റ്റ് ഒന്ന് പറയട്ടെടാ. അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നാലും ജസ്റ്റ് ഒന്ന് പറയട്ടെ. നമ്മള് NPV കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഐറ്റംസ് ആണ് വേണ്ടത്. ഒന്ന്, നമുക്ക് എന്ത് വേണം? ക്യാഷ് ഫ്ലോസ് വേണം. രണ്ട്, നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് വേണം, അഥവാ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വേണം. ക്യാഷ് ഫ്ലോസിനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ NPV കണ്ടുപിടിക്കല്. അപ്പൊ നമ്മൾ ഈ ക്യാഷ് ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇൻഫ്ലേഷൻ ഇല്ലാത്ത ക്യാഷ് ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യാം. ഇൻഫ്ലേഷൻ ഇല്ലാത്ത ക്യാഷ് ഫ്ലോസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിയൽ ക്യാഷ് ഫ്ലോ. ഇൻഫ്ലേഷൻ ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഇല്ലാതെ നമ്മൾ കറന്റ് പ്രൈസ് ടേംസിൽ, എടാ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ റിയൽ നോമിനൽ എന്താന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് അത് പറയണോ? ആ രീതിയിൽ പോണോ? നമ്മൾ NPV കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് എസ്റ്റിമേറ്റ് ചെയ്യുക. ആദ്യം നമുക്ക് എന്ത് എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ട്? ക്യാഷ് ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ട്. ശ്രദ്ധിക്കണേ, ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഇപ്പൊ FM-ന്റെ എക്സാം ഫീസ് എത്രയാണ്? FM-ന്റെ എക്സാം ഫീസ് എത്രയാണ്? ഇപ്പൊ എത്രയാണ് FM-ന്റെ എക്സാം ഫീസ്? 18,000 പൗണ്ടിൽ ഇല്ല. ഒരു പൗണ്ടിലുള്ള ഒരു കണക്ക് വരൂലേ? പൗണ്ടിലുള്ള ഒരു കണക്ക് 140. ചില ആൾക്കാർക്ക് സ്നേഹക്കയിലെ ഡിസ്കൗണ്ട് കിട്ടി, നസ്മി കുറച്ചധികം പൈസ കൊടുത്തിന് തോന്നുന്നു അല്ലെ? 147 പൗണ്ടാണ്. ചില ആൾക്കാർക്ക് 155 ഉണ്ട്. അവിടെ എന്താടാ ഒരു എക്സാം ഫീസിന്റെ കണക്ക് പോലും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ എക്സാം ഫീസ് 147 പൗണ്ടാണ്. 5 വർഷം കഴിഞ്ഞാൽ എത്രയായിരിക്കും എക്സാം ഫീസ്? അതും നിങ്ങൾ പറയുകയാണെ 147 തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിയൽ ക്യാഷ് ഫ്ലോ. അതായത് നിങ്ങൾ ഇവിടെ ക്യാഷ് ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്തത് കറന്റ് പ്രൈസ് ടേംസിലാണ്. ഇതിൽ എന്തില്ല? ഇൻഫ്ലേഷൻ ഇല്ല. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിയൽ ക്യാഷ് ഫ്ലോ. ഇൻഫ്ലേഷൻ ഇല്ലാത്ത ക്യാഷ് ഫ്ലോ ആണ് എന്ത്? റിയൽ ക്യാഷ് ഫ്ലോ. ആ സംഭവം ഒക്കെയാണോ? ഇനി നിങ്ങൾ പറയുകയാണെ FM-ന്റെ എക്സാം ഫീസ് ഇപ്പം 147 ആണ്. 5 വർഷം കഴിയുമ്പോഴേക്ക് എക്സാം ഫീസിൽ ഒരു 6% ഇൻക്രീസ് വരുന്നുണ്ട്. അപ്പൊ ഇത് ഇൻടു 1.06 ഓരോ വർഷവും 6% ഇൻക്രീസ് വരുന്നുണ്ട്. അങ്ങനെ 5 വർഷം കഴിഞ്ഞാൽ എക്സാം ഫീസ് 197 പൗണ്ട് ആവും. നല്ലോണം പഠിച്ചേട്ടാ, കാരണം അല്ലെങ്കിൽ പൈസ ഇങ്ങനെ കയറി പോവാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ക്യാഷ് ഫ്ലോസിനെ എസ്റ്റിമേറ്റ് ചെയ്തത് ഫ്യൂച്ചർ പ്രൈസ് ടേംസിലാണ്, 196. അതായത് ക്യാഷ് ഫ്ലോസിൽ നിങ്ങൾ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഇൻഫ്ലേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാഷ് ഫ്ലോനെ വിളിക്കുന്ന പേരാണ് നോമിനൽ ക്യാഷ് ഫ്ലോ. അതൊക്കെയാണോ? റിയലും നോമിനലും ഒക്കെയാണോ? ഇതേപോലെ എന്തിലും ഉണ്ട്? ഡിസ്കൗണ്ട് റേറ്റിലും ഉണ്ട്. ഡിസ്കൗണ്ട് റേറ്റിൽ റിയൽ റേറ്റും ഉണ്ട്, നോമിനൽ റേറ്റും ഉണ്ട്. ഇൻഫ്ലേഷൻ ഇല്ലാത്ത റേറ്റ് ആണ് റിയൽ റേറ്റ്, ഇൻഫ്ലേഷൻ ഉള്ള റേറ്റ് ആണ് നോമിനൽ റേറ്റ്. അപ്പോൾ നമ്മുടെ NPV കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് റിയൽ മെത്തേഡ്. റിയൽ മെത്തേഡിൽ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ഒക്കെ റിയൽ ക്യാഷ് ഫ്ലോസ് ആയിരിക്കും.
അതായത് ഇൻഫ്ലേഷൻ ഇല്ലാത്ത ക്യാഷ് ഫ്ലോസ് ആയിരിക്കും. ഈ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ ഏത് റേറ്റ് വെച്ചിട്ട് തന്നെ ഡിസ്കൗണ്ട് ചെയ്യുക? റിയൽ റേറ്റ് വെച്ചിട്ട് തന്നെ ഡിസ്കൗണ്ട് ചെയ്യുക. ഈ മെത്തേഡിന് വിളിക്കുന്ന പേരാണ് റിയൽ മെത്തേഡ്. എന്നാൽ ഈ മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ വേരിയബിൾസിന്റെ ഇൻഫ്ലേഷൻ റേറ്റും സെയിം ആയിരിക്കണം. ചെയ്ത ഹെബാക് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ റിയൽ മെത്തേഡ് ചെയ്യൽ സാധ്യമല്ല. ബിക്കോസ് ഇവിടെ സെല്ലിംഗ് പ്രൈസിന്റെ ഇൻഫ്ലേഷൻ 4% ആണ്, വേരിയബിൾ കോസ്റ്റിന് ഇൻഫ്ലേഷൻ 5% ആണ്, ഫിക്സഡ് കോസ്റ്റിന് ഇൻഫ്ലേഷൻ 8% ആണ്. അപ്പോൾ ഓരോ വേരിയബിൾസിന്റെയും ഇൻഫ്ലേഷൻ റേറ്റ് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് റിയൽ മെത്തേഡ് പോസിബിൾ അല്ല. റിയൽ മെത്തേഡിൽ നമ്മൾ തന്ന ക്യാഷ് ഫ്ലോസ് അതേപോലെ എടുക്കും, ഇൻഫ്ലേഷൻ ഒന്നും ചെയ്യൂല, എന്നിട്ട് റിയൽ റേറ്റ് വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ മെത്തേഡിൽ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തത്? നോമിനൽ മെത്തേഡ് ചെയ്തത്. നോമിനൽ മെത്തേഡിൽ നമുക്ക് റിയൽ ക്യാഷ് ഫ്ലോസ് തന്നെയാണ് തന്നത് ക്വസ്റ്റ്യനിൽ. പക്ഷെ നമ്മൾ ഇതിന് എന്ത് ചെയ്തു? ഇൻഫ്ലേറ്റ് ചെയ്തു, എന്നിട്ട് അതിനെന്താക്കി? നോമിനലാക്കി. എന്നിട്ട് ഈ നോമിനൽ ക്യാഷ് ഫ്ലോസിനെ ഏത് റേറ്റ് വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്തു? നോമിനൽ റേറ്റ് വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്തു. ഇതൊക്കെയാണോ? അല്ല, ഞാൻ ഇതൊന്നും അതേപോലെ എഴുതാൻ നിൽക്കല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് എക്സലിൽ അയച്ചു തരും കേട്ടാ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. വേണമെങ്കിൽ നോട്ട്സിൽ, പേപ്പറിൽ വേണമെങ്കിൽ നോട്ട് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്യാനുള്ള ടൈം തരുന്നില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് സാധനം മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ എന്ത് ചെയ്യാറുണ്ട്? ഒക്കെ എക്സലിൽ ടൈപ്പ് ചെയ്ത് വെക്കാറുണ്ട്. ആ സാധനമാണ് ഈ സാധനം. ഗോൾഡൻ റൂളോ? എന്താണ് ഗോൾഡൻ റൂൾ? അക്കൗണ്ട്സിലല്ലേ? അക്കൗണ്ട്സിലല്ലേ ഗോൾഡൻ റൂള്? ഡെബിറ്റ് ഈസ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് ഈസ് വാട്ട് ഗോസ് ഔട്ട്. അതല്ലേ നമ്മൾ പഠിച്ച ഗോൾഡൻ റൂൾ. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഗോൾഡൻ റൂൾ ഉണ്ടോ? എനിക്കറിയില്ല. ഇനി നിങ്ങളുടെ ട്യൂട്ടേഴ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് എന്തെങ്കിലും പറഞ്ഞു തരുന്നുള്ള കാര്യം എനിക്കറിയില്ല. ഗോൾഡൻ റൂള് എനിക്കറിയില്ലടാ, സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. എന്തായിരുന്നു ഗോൾഡൻ റൂൾ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഓ, ഇതിനവരൊരു പേരിട്ടായിരിക്കും ഗോൾഡൻ റൂൾ എന്നുള്ള. എന്തെങ്കിലും പേരിടാ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഗോൾഡൻ റൂൾ എന്ന് പേരിട്ടായിരിക്കും അല്ലെ? ഈ സംഭവമൊക്കെ അല്ലേ? നമ്മൾ എന്താ ചെയ്യാ? 10-20. റവന്യൂയുടെ കേസ് എന്താണ്? എനിക്ക് മനസ്സിലായില്ല. ഒരു മിനിറ്റ്, ഞാൻ AFMന്റെ ഫീൽഡ് ഫയല് കൊടുക്കാൻ മറന്നു. റവന്യൂടെ എന്തായിരുന്നു ഒന്ന് പറയുമോ? ഞാൻ നോക്കട്ടെ. നമുക്ക് 2-3 MCQs, നിങ്ങൾക്ക് ഡൗട്ടുള്ള MCQs 2-3 പറഞ്ഞോ. എന്നാ പിന്നെ അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എൻ്റെ ഏകദേശം ഫ്യൂസ് പോയി. കപ്ലാൻ ഗിറ്റില് 300ാമത്തെ ക്വസ്റ്റ്യൻ എലാൻ. ഇതാടാ, ഇതെല്ലാം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒക്കെ ആയിരിക്കൂലേ? സെക്ഷൻ സി ആ? ഇല്ലേടാ, 24-25 എൻ്റെ ഇല്ല. ഇത് ഏതാ സാധനം?
ഇത് 24-25 ആണല്ലോ. അതിലെല്ലാം കാണുന്നില്ലല്ലോ. സെക്ഷൻ സി ആ, സെക്ഷൻ എ ആ, സെക്ഷൻ ബി ആ, എന്താണ്? ഫൈൻഡ് ഓൺ പേജ്. സാധനം കാണുന്നില്ല കേട്ടാ. ഏതെങ്കിലും സെക്ഷൻ കാണുന്നില്ല. ഇതിന്റെ തീ കിറ്റാണല്ലേ ഇതിപ്പോ 24-25 എന്നാ കാണിക്കുന്നത്. 25-26 കപ്ലാൻ എൻ്റെ കയ്യിലില്ല. ഞാനിപ്പം എടുക്കാത്തതുകൊണ്ട് ഇവിടുത്തെ AF ഒക്കെ ഉള്ള 25-26, 24-25-26 അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടേ. നമ്മുടെ എന്റെ പിന്നാലെ പോയിട്ടില്ല. ആരുടെങ്കിലും 25-26 കിറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലാണ്. നമുക്ക് നാളെ തൊട്ടെന്നാ പിന്നെ അത് നോക്കിയാൽ മതിയല്ലോ. ഒന്ന് ആരെങ്കിലും ഒരാൾ ഇന്ന് ഇപ്പൊ ഒന്ന് ഗ്രൂപ്പിൽ ഇടുവോ? അത് ടെലിഗ്രാം ഗ്രൂപ്പിൽ 25-26 ഒന്ന് ഇടുവോ? ആർക്കെങ്കിലും ഇടാൻ പറ്റുമോ? അത് നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാലോ. എന്റെ ഫ്യൂസ് പോയി, ഇന്ന് കുറെ എടുത്തു. എന്നിട്ട് ആരെങ്കിലും ഇട്ടാ ഗ്രൂപ്പില്? ഓപ്പൺ ചെയ്യട്ടെ. വാട്സാപ്പിൽ വന്നല്ല, സോറി, ടെലിഗ്രാമിൽ വന്നിട്ടില്ല. ഒന്നിടുവോ ടെലിഗ്രാമിൽ? ഞാൻ വെയിറ്റ് ചെയ്യണേ. താങ്ക്സ് അവന. ശരി, കിട്ടി. അത് എന്താണെന്നറിയില്ല. ഞാൻ ആ ഗ്രൂപ്പ് ഒന്ന് റെഡിയാക്കട്ടെ. പൈലറ്റ്. എൻ്റെ ഉണ്ടല്ലേ. ഇതിലെന്തായിരുന്നു ഇത് ഫുള്ള് ഇപ്പൊ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെന്തായിരുന്നു ഡൗട്ട്? ഇതില് എക്സ്പെക്ടഡ് വാല്യൂ അപ്രോച്ച് വെച്ചിട്ടാണ് റവന്യൂ കണ്ടുപിടിക്കുക. ഇത് ഫുൾ ചെയ്യാൻ കഴിയില്ല. ഇത് ഫുൾ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും 1/2 മണിക്കൂർ വേണ്ടേ? അത് നമുക്ക് നാളെ നോക്കേണ്ടി വരും. ഇപ്പൊ 1.5 മണിക്കൂറായി. ഇത് ഫുൾ ചെയ്യണോ? ഇത് അങ്ങനെയാണ്. നിങ്ങൾ ഫുൾ ചെയ്താ നിങ്ങളിത് ചെയ്തിട്ട് ഇതിലെ ഡൗട്ടുള്ള ഏരിയ മാത്രം നിങ്ങൾ നാളത്തേക്ക് അങ്ങനെ ആക്കിയാലോ. ഇത് ഹോംവർക്ക്.
ഇത് ഹോംവർക്ക് ചെയ്തിട്ട് വാ. അപ്പൊ നമുക്ക് ഡൗട്ടുള്ള കാര്യം മാത്രം ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ഇ എസ് സിയും ലീസ് വേഴ്സസ് ബൈയും നോക്കാം. ഈക്വലന്റ് ആനുവൽ കോസ്റ്റും ലീസ് വേഴ്സസ് ബൈയും നാളെ നോക്കാം. അതും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വന്നു. അതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എലാനും നമുക്ക് നോക്കാം. അപ്പൊ ഈ കിറ്റ് നമുക്കിനി ഫോളോ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഇത് കുറെ പുതിയ ചോദ്യങ്ങളുണ്ട്. എടാ, ഈ പുതിയ ചോദ്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നല്ലേ? നിങ്ങൾ എൻ്റെ അടുത്ത് നേരെ ചോദിക്കലല്ലേ? ഹെബാക്ക് ഒക്കെ വെറുതെ ചെയ്ത. നാളെ നമുക്ക് 9 o'clock വെക്കാല്ലേ നല്ലത്? സ്റ്റഡി പ്ലാന് നിങ്ങൾ മൊത്തം കഴിയാണ്ട് ഇപ്പൊ ഞാൻ എങ്ങനെയാ സ്റ്റഡി പ്ലാൻ തരിക? നിങ്ങൾ മൊത്തം കഴിയണ്ടേ? ഒരു ഫെബ്രുവരി തൊട്ട് സ്റ്റഡി പ്ലാൻ തന്നാ പോരെ? ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ഈ കപ്പ് പ്ലാൻ കിറ്റ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തുതരാം. അപ്പൊ നാളെ എങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാളത്തേക്ക് എലാനും ചെയ്യും, ഇതും ചെയ്യും, ഗാലിയും ചെയ്യും. എലാനും ചെയ്യാനും ഗാലിയും ചെയ്യാൻ രണ്ടും. എന്നിട്ട് അതിൽ ഡൗട്ടുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നാളെ നോക്കാം. പ്ലസ് ഇ.എ.സിയും പിന്നെ ലീസ് വേഴ്സസ് ബൈയും. ഓക്കെ, ഞാൻ എക്സൽ ഫയൽ എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, പിന്നെ ചെയ്ത എക്സൽ ഫയൽ. അപ്പൊ എന്നാ ശരി, താങ്ക്സ് ഫോർ യുവർ പേഷ്യൻസ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്.